ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു കഫ്താൻ നൈറ്റിയാണ്. കഫ്താൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അതിപ്പോൾ നൈറ്റി ആണെങ്കിലും ടോപ്പാണെങ്കിലും ഒക്കെ എല്ലാവരും ഒരുപാട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് കഫ്താൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് കെട്ടാനുള്ള വള്ളിയോ അല്ലെങ്കിൽ ഇലാസ്റ്റിക്കോ ഒന്നും വെച്ച് കൊടുക്കണില്ല. നമ്മുടെ ഒരു കറക്റ്റ് ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. തന്നെ ഞാനിവിടെ കഫ്താൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നിങ്ങൾ ഇത്തിരി നല്ല സൈസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സൈസ് ഒരു XXL ആ ഒരു സൈസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കഫ്താന് ഈ ചിറക് പോലെ ഇങ്ങനെ താഴേക്ക് കിടക്കില്ല, ആ ഭാഗം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി സൈസ് ഉള്ളവരാണെങ്കിൽ കുറച്ച് വീതിയുള്ള തുണി നോക്കി എടുത്തിട്ട് കഫ്താൻ സ്റ്റിച്ച് ചെയ്യണതാവും നല്ലത്. നമ്മൾ ഇനിയിപ്പോൾ കഫ്താൻ തയ്ക്കാനുള്ള തുണി സാധാരണ നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് മടക്കിയിടുന്ന പോലെ തന്നെ ആദ്യം വീതി ഭാഗത്തേക്കൊന്ന് മടക്കി അതിന് ശേഷം നമ്മൾ നേരെ താഴോട്ടൊന്ന് മടക്കി ഈ ഒരു രീതിയിൽ തന്നെയാണ് കഫ്താനുള്ള തുണി നമ്മൾ മടക്കിയിടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഫ്താന് നമ്മൾ മാർക്ക് ചെയ്യണത് എപ്പോഴും നല്ല ഭാഗത്ത് വേണം ചെയ്യാൻ. കാരണം നമ്മൾ ഇത് അടിച്ചു വരുന്നത് നല്ല ഭാഗത്താണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് തുടങ്ങാം. ഇതിൽ ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. നമ്മുടെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മളിവിടെ മാർക്ക് ചെയ്യാറ് ഷോൾഡർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഷോൾഡർ അല്ല മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പകരം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 4 ആണ്. ഇവിടെ എൻ്റെ ചെസ്റ്റ് വരുന്നത് 36 ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് കിട്ടും. പ്ലസ് 1 ഇഞ്ച് ലൂസ്, തയ്യൽ തുമ്പല്ല, ലൂസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒന്നും സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ 1 ഇഞ്ചിന് പകരം 2 ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എത്ര ലൂസ് വേണോ അത്രയും മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്തേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണത് ഇവിടെ എത്രയാണോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഇനി അതല്ല ഇത്ര ലൂസ് വേണ്ടെന്നുണ്ട് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആം ഹോൾ എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി കണ്ടിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചോ 2 ഇഞ്ചോ ലൂസ് ആഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നല്ല ലൂസിലാണ് കഫ്താൻ ഇടാൻ താല്പര്യം വെച്ചാൽ ഈ ഒരളവിനെ താഴത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ലൂസിൽ തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ വേസ്റ്റിൽ കെട്ടാൻ വേണ്ടിയിട്ട് ചരടോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. കറക്റ്റ് ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് അടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യണത്. അതിനുശേഷം ഇനി നമ്മൾ ഇവിടുന്ന് വേസ്റ്റ് ലെങ്ത് ആണ് അളന്നു കൊടുക്കുന്നത്. എനിക്കിവിടെ വേസ്റ്റ് 14 ഇഞ്ചാണ്. അപ്പോൾ എൻ്റെ വേസ്റ്റ് എന്ന് പറയണത് 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 8 കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് 9.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരിക്കലും ഇത് തയ്യൽ തുമ്പല്ല കേട്ടോ. നമ്മളിത് നല്ല ഭാഗത്താണ് കഫ്താൻ അടിക്കുക. അതുകൊണ്ട് നമ്മളിത് നല്ല ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്യും വേണം. പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കണ്ട. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ട ആ ലൂസ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം താഴോട്ട് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അവിടുത്തെ വിഡ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. 40 ഡിവൈഡഡ് ബൈ 4 10. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3 ഇഞ്ച് വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നൈറ്റിയുടെ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 50 ഇഞ്ചാണ്. ഈ 50 ഇഞ്ചിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഒരു 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോളം മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാണ്ടിരിക്കാനാണ് ഈ ഒരു രീതിയിൽ ചെയ്യണത്. ഇവിടെ ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു പോയിന്റിലേക്ക്
മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഹിപ്പ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്കാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ സ്ലീവിന്റെ വിഡ്ത്താണ്. എനിക്ക് ഇവിടെ വരുന്നത് 12 ഇഞ്ചാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മള് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു കർവ് ഷേപ്പിൽ നമ്മളിത് നേരെ താഴേക്ക് മാർക്ക് ചെയ്ത് വരികയാണ്. അവിടെ നിന്ന് നേരെ താഴോട്ട്. അതിനു മുന്നേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, നമ്മുടെ ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിന്റെ പോയിന്റ് എവിടെയാണോ വരുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് ആ ഒരു സൈസ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റ് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലൂസ് കൂടുതൽ ഇട്ടിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇത് ടൈറ്റ് ആക്കി എടുക്കാവുന്നതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇവിടെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഞാൻ അതിന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ചിലാണ് ഇവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണത്. ബാക്ക് നെക്ക് ഞാനിപ്പോൾ 1 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണുള്ളൂ. അത് ഞാനൊന്ന് വരയ്ക്കുകയാണ്. ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് ബാക്ക് നെക്ക് വരച്ചെടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് വരുന്നത് 6 ഇഞ്ചാണ്. ഞാനിപ്പോൾ അത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത്ത് ഇത് ഞാനൊന്ന് ചെറിയൊരു കർവ് പോലുള്ള വി ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കർവ് ചെയ്തിട്ട് ഈ ഒരു തരത്തിലുള്ള വി നെക്കാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഈ പോയിന്റുകളൊക്കെ ഒന്ന് നമ്മൾ ഈ ഒരു ട്രേസിങ് വീൽ ഉണ്ട് വെച്ചാൽ അങ്ങനെ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് വെച്ചിട്ട് ഇവിടെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതേ രീതിയിൽ വരച്ചു കൊടുക്കണം. അതെല്ലാം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ജസ്റ്റ് ഇത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് തുണിയിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ മാർക്കിങ് അപ്പുറത്തെ ഭാഗത്തും കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ട് പീസിനെ മാത്രം മാറ്റി പിടിച്ചിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ താഴ്ഭാഗമാണ്. അവിടെയും കൂടെ നമുക്കൊന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു നൈറ്റിയിൽ കട്ട് ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ ഇതിനെ മാറ്റിയിട്ടിട്ട് നമ്മളിപ്പോൾ ട്രേസിങ് വീൽ വെച്ച വരച്ച ആ ഒരു ഭാഗം നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയിട്ട് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ നെറ്റിയുടെ കട്ടിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ 1.25 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1.25 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ക്രോസ് പീസ് ഇതിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മളിവിടെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് ഇത് നമ്മൾ കറക്റ്റായിട്ട് നിവർത്തിയിട്ടതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് നടുഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഷോൾഡർ പോയിന്റുകൾ ഇതാണ്. അവിടെ നിന്ന് ഇത് ജസ്റ്റ് ഒന്ന് മടക്കി നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഈ ഒരു കോർണർ എത്തുമ്പോൾ ഇവിടെ നീഡിൽ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചു പോകാൻ പാടുള്ളൂ. അതിന് എങ്ങനെയത് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കിനി ക്രോസ് പീസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട്
ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യാറ്. ഇതിന്റെ നല്ല ഭാഗത്തേക്ക് ഈ ഒരു ക്രോസ് പീസിന്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് നമ്മളിത് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇവിടെ കൂടെ ഒരു 1/4 ഇഞ്ചിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നേരെ നെക്കിലേക്ക് വെച്ചിട്ട് ഈ നൈറ്റിയുടെ നല്ല ഭാഗം എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി പിന്നെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മൾ ഈ ഷോൾഡറിന്റെ പോയിന്റ് ഇല്ലേ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. കറക്റ്റായി വെച്ച് 4 ഇഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ നെക്കിന്റെ അതേ ഷേപ്പിൽ വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. അടിക്കുമ്പോൾ ക്രോസ് പീസിന്റെ 2 ഭാഗം കൂടെ ഇല്ലെന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നമുക്കൊരു 4 ഇഞ്ചിൽ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ ഈ കോർണർ വരുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനൊന്ന് കുത്തി നിർത്തിയതിന് ശേഷമാണ് അപ്പുറത്തെ ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു പോയിന്റ് വരുമ്പോൾ കറക്റ്റായിട്ടൊന്ന് കുത്തി നിർത്തുക. അതിനുശേഷം നമ്മൾ ഇത് പൊന്തിക്കാതെ പ്രഷർ ഫുട്ട് മാത്രം പൊന്തിച്ചിട്ട് ഇതിനൊന്ന് ഈ ഭാഗത്തേക്ക് പിടിച്ചിട്ട് നമ്മളുടെ വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. ഇനി ഇത് നമ്മൾ ആദ്യം അടിച്ച് ഈ ഒരു ഭാഗം വരുമ്പോൾ അവിടേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നിർത്താൻ. ഇതിന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ഇനി നമുക്കിത് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു കട്ടിങ് കൊടുക്കണം. നമ്മുടെ ഈ ഒരു വി ഷേപ്പിന്റെ ഈ ഒരു കോർണർ വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തിയ പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളത് ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ നേരെ ഉൾഭാഗത്തേക്ക് മറിച്ചിടുകയാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊരു പരിച്ചടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരെ ഇതിനെ ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതവിടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഉൾഭാഗത്തേക്ക് മറിച്ചിട്ടിട്ടും സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ നെക്ക് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വരച്ച് വെച്ച ആ ഭാഗത്ത് കൂടെ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കണായിട്ട് മുന്നേ തന്നെ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ. ഞാനിത് ഫുള്ളായി അടിച്ചതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ അത് അഴിച്ചിട്ടാണ് ഞാൻ അടിഭാഗം മടക്കി അടിച്ചത്. നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം 1/2 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ നൈറ്റി. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക.